ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ഓടി നടക്കുക അനി അന്വേഷിച്ച്. അതുപോലെ തന്നെ വിഘ്നേഷും രാകേഷും ഓടി നടക്കുവാണ്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തെങ്കിലും അറിഞ്ഞോടാന്നൊക്കെ. അപ്പോൾ ഇല്ലടാ, എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്കും എല്ലാം അറിയാൻ കഴിഞ്ഞോടാ എന്നൊക്കെ ചോദിച്ച് നന്ദു കൂട്ടുകാരെയും വിളിക്കുന്നു. അപ്പോൾ ഒരു വിവരം ഇല്ലടി എന്ന് പറഞ്ഞ് അവർ അവിടെ നിങ്ങൾ പറഞ്ഞു. പിന്നെ അവനിത് എവിടെ പോയതാണെന്ന് നന്ദു ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി ഇങ്ങനെ ട്രെയിൽ പാളത്തെ കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു പോണത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിഷമം കൊണ്ട് അവൻ പോയതായിരിക്കും. ഞാൻ എൻ്റെ വഴിക്കൊന്നും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമായിരിക്കും, നീ എന്നെ ഒന്ന് വിളിക്കണേടാന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അങ്ങ് പോണു. സമയത്ത് കൂട്ടുകാരും അങ്ങ് പോണു. അങ്ങനെ നന്ദു അങ്ങ് പോയ സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. നന്ദു ആണെങ്കിൽ ഇങ്ങനെ തല പെരുത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അനി ട്രെയിൽ പാളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നന്ദു ആണെങ്കിലോ വണ്ടിയെടുത്ത് പാഞ്ഞു പോകും. അപ്പം നന്ദു വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ കള്ളും കുടിച്ചിട്ട് സൈക്കിളും കൊണ്ട് വന്ന് വണ്ടിക്ക് വട്ടം അങ്ങ് വന്ന് നട റോട്ടിൽ അങ്ങ് നിന്നു. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോടോ മര്യാദയ്ക്കെന്ന് പറയുമ്പോഴേക്കും ഈ ചേട്ടനാണെങ്കിൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ച് നന്ദുവിനോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂസായി സംസാരിക്കുക. നീ ആരടി ഉണ്ണിയാർച്ചയാണോ എന്നൊക്കെ ചോദിച്ചു. ഈ സമയത്താണെങ്കിൽ നന്ദു അയാളെ അങ്ങ് ഉന്തിയിട്ടു. അപ്പോഴേക്കും അയാൾ പോയി വീണു കഴിഞ്ഞപ്പോൾ നന്ദു വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ആദർശം നയനയും കൂടെ അനി അന്വേഷിച്ച് പോവുക. അങ്ങനെ അവർ നാട് മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നയനയുടെ ഫോണിലേക്ക് രാകേഷിൻ്റെ കോള് വന്നു. രാകേഷാ, ഇനി എന്തെങ്കിലും ഇവരെ അറിഞ്ഞിട്ട് വിളിക്കുകയാണോ എന്തോന്നും പറഞ്ഞുകൊണ്ട് നയന വേഗം തന്നെ കോൾ എടുത്തു. ഹലോ രാകേഷേ, എന്തെങ്കിലും വിവരം കിട്ടിയോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു വിവരവും കിട്ടിയില്ല, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ചേച്ചി, അവൻ പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും പോയി, ഒരു വിവരം ഇതുവരെ കിട്ടിയില്ല എന്ന് രാകേഷ് പറയുകയാണ്. നയനയ്ക്കും ആദർശനും ടെൻഷൻ ഇരട്ടിയായി. ഇനി നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ഇല്ല മോനെ, ഞങ്ങൾ അവനെ തിരക്കുള്ള ഓട്ടത്തിലാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ അറിയിക്കണേ ചേച്ചി, ഞങ്ങളും എന്തെങ്കിലും അറിഞ്ഞ് വിളിച്ചോളാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. അപ്പോൾ എന്താ അവർ പറഞ്ഞതെന്ന് ചോദിച്ചു. നമ്മളെന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവർ വിളിച്ചതാണെന്ന് നയനെ പറയുവാണ് ആദർശനോട്. ഇവനിത് എവിടെ പോയി വിളിച്ചിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അന്നേരം ഇങ്ങനെ സങ്കടത്തോടെ ദേഷ്യത്തോടെയും പറയുന്നു. പാവം അനി കരഞ്ഞുകൊണ്ട് ഈ ട്രെയിൽ പാളത്തിൽ കൂടി ഇങ്ങനെ നടക്കുന്നു. നന്ദു ആണെങ്കിൽ പറന്നാ പോകുന്നത്. നന്ദുവിനും ഭയങ്കര ടെൻഷൻ, നന്ദു ഭയങ്കര കരച്ചിലും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കറങ്ങി തിരിഞ്ഞ് എന്തായാലും നന്ദു അവിടെ എത്തി. നന്ദു നോക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ അനിയുടെ ആ ഒരു ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുക. അനി നടന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നന്ദു ആണെങ്കിൽ ഒരൊറ്റ വലിയായിരുന്നു അനിയെ, അതായത് ഈ ട്രെയിൻ പാളത്തിൽ, അത് ട്രെയിൻ ഇടിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നന്ദു അനിയുടെ അടുത്തേക്ക് വരുന്നതും അനിയെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് ചാടിക്കുന്നതും. എന്നെ വിടുന്നും പറഞ്ഞുകൊണ്ട് അനിയാണെങ്കിൽ ട്രെയിനിലേക്ക്, അതായത് ഓടുന്ന ട്രെയിനിലേക്ക് എടുത്ത് ചാടാനായിട്ടൊക്കെ നോക്കുമോ. നന്ദു ആണെങ്കിൽ അവനെ പിടിച്ച് വലിച്ച് പുറകോട്ട് വലിച്ച് അനി നിൽക്ക, അനി പോവല്ലേ അനി എന്നും പറഞ്ഞു. അപ്പോഴേക്കും എനിക്കിനി ജീവിക്കണ്ടെന്നും പറഞ്ഞായി അനി. നന്ദു ഒരു താരത്തിൽ അവനെ പിടിച്ച് വലിച്ച് നിർത്തി 2 അടിയും വെച്ച് കൊടുത്തു. അപ്പോഴാണ് അവനൊന്ന് ഒതുങ്ങിയത്. നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ അനി നിൻ്റെ അച്ഛനും അമ്മയും പറയാനുള്ളതൊക്കെ പറഞ്ഞു, അവരുടെ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് അനി പറയുക. എനിക്ക് പക്ഷെ നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റത്തില്ല എന്നും അനി നന്ദുവിനോട് പറയുവാണ്. എന്നാൽ നിൻ്റെ അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്താനും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞാൽ കരയുന്നത്. ഭയങ്കര കരച്ചിൽ. അതിന് ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, അത് മരണമാണെന്നും അനി നന്ദുവിനോട് പറയുക കേട്ടോ. അങ്ങനെ നന്ദു എന്നെ സ്വസ്ഥമായിട്ട് മരിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കാൻ പറഞ്ഞു. തീർന്നില്ല, കൊടുത്തു അവൻ്റെ ചെവിക്കല്ല് തീർത്തോരെണ്ണം നമ്മുടെ നന്ദു. അപ്പോൾ നീ എന്താടാ ഒറ്റയ്ക്ക് പോവാനാടോടാ നിനക്ക്, എന്നെ തനിച്ചാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് പോവല്ലേടാ എന്ന് നന്ദു അനിയോട് ചോദിക്കുക. എന്നാൽ പോവാടാ, ഒന്നിച്ച് പോകാമെന്ന് നന്ദു അനിയോട് പറയുക. ദേ അടുത്ത ട്രെയിൻ ഉടനെ വരും, അതിൻ്റെ മുന്നിലേക്ക് നമുക്ക് ഒരുമിച്ച് ചാടാമെന്നും നന്ദു പറയുവാണ്. ഇതൊക്കെ കേട്ടോ അനി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അനി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് നമ്മുടെ നന്ദു അനിയോട് പറയും. അയ്യോ അനി അന്തം വിട്ട് നിൽക്കുവാണ്. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ മതിയെന്നും നന്ദു പറഞ്ഞു. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോളാനും നന്ദു അനിയോട് പറയുമ്പം എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നന്ദു എന്നും പറഞ്ഞിങ്ങനെ പറയും. എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞത് കേട്ടില്ലേ, എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കാൻ. അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മയെ ധിക്കരിക്കാൻ പറ്റുമോ എന്ന് അനി അന്നേരം ചോദിച്ചു. അവരെ വിഷമിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്ന്, നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി എൻ്റെ മനസ്സിൽ നീ ഉണ്ടെന്ന് അനിയോട് നന്ദു പറയുമ്പോൾ അയ്യോ സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ആ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു. തലനാരിഴയ്ക്കാണ് അനിയെ നന്ദു രക്ഷപ്പെടുത്തത്. വീണ്ടും നന്ദുവിനെ അനി കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി നമ്മുടെ അനിക്ക്. ഇനി അനിക്ക് വേറെ ഒന്നും പ്രശ്നമല്ല, ഒന്നും വേണ്ട.
ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നത് കനകത്തെയും ഗോവിന്ദേട്ടനെ കേട്ടോ. ഗോവിന്ദേട്ടാ, നന്ദു കള്ളം പറഞ്ഞിട്ടാണോ പോയതെന്ന് അറിയാനേ നമുക്ക് ആ CI ഒന്ന് വിളിച്ചാൽ മതി, അപ്പം അറിയാമല്ലോ നന്ദൂട്ടൻ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പറയുമ്പം, അയ്യോ വേണ്ട, അതൊന്നും വേണ്ട കനകെ, നമ്മുടെ മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ് സച്ചിൻ. ആ ഒരു നിലയ്ക്ക് ഇനി നമ്മൾ സ്റ്റേഷനിലേക്കല്ല പോയതെങ്കിൽ അയാൾ സംശയിക്കില്ലേ എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അതെ അതെ എന്ന് കനകവും പറഞ്ഞു. അത് ശരി, അത്ര ഞാൻ ആലോചിച്ചില്ല ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടാ, ദേ ഇവിടുന്ന് പോയ അനിയുടെ കാര്യമൊന്നും അറിഞ്ഞൂല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വളരെ സീരിയസ് ആയിട്ടാണല്ലോ അനി ഇവിടെ വന്ന് സംസാരിച്ചത്. ആ സമയത്ത് നമ്മൾ അയാളുടെ മുന്നിൽ നമ്മുടെ സങ്കടം പറഞ്ഞത് എന്തായാലും നന്നായി, അത് അനി ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദേട്ടൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. മോളാ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അപ്പം തന്നെ മോൾ വിളിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനകം ഫോൺ എടുത്തു. ഹലോ മോളെ, അമ്മേ നന്ദു അവിടെ ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അന്നേരം ഇല്ലല്ലോ മോളെ, അവള് കുറച്ചു മുൻപ് സ്റ്റേഷനിലേക്കാണെന്നും പറഞ്ഞ് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നയന ഇങ്ങനെ ആദർശിനെ നോക്കുക, മൊത്തത്തിൽ കുളമായി. അപ്പോൾ എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മേ, ഞാൻ വിളിക്കാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. അപ്പോൾ നന്ദൂട്ടിനെ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ലല്ലോ, നയനമോള് വിളിച്ചിട്ടും അറിയത്തില്ലെന്ന് പറഞ്ഞു. എവിടേക്കാണ് പോയതെന്നൊന്നും അറിയില്ല എൻ്റെ ഗോവിന്ദേട്ട. അപ്പം അതിന് ഇവിടെ വന്നു പോയ വിവരം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ച് നന്നായി എന്നല്ലേ മോള് പറഞ്ഞത്? അതെ. അല്ലെങ്കിലും നയനയ്ക്കും നവ്യയ്ക്കൊന്നും അനിയൻ നന്ദുവിനെയും ഒന്നിപ്പിക്കണമെന്നില്ലല്ലോ ഗോവിന്ദേട്ട എന്ന് പറഞ്ഞപ്പം, സങ്കടം വന്നു കഴിഞ്ഞാൽ എന്തും മടിയില്ലാത്തൊരു പയ്യനാണ് അനി. മനക്കട്ടി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ആ പയ്യൻ ചെയ്യാൻ പാടില്ലാത്തത് വല്ലതും ചെയ്താൽ ആ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാനും പറ്റില്ല കനകെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ ഗോവിന്ദേട്ട? നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ വിഷമങ്ങളല്ലേ അനിയോട് പറഞ്ഞത്. ഗോവിന്ദേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര ഇതിലിരിക്കുവാണ്. ഈ സമയത്ത് അനിയും നന്ദുവും കൂടെ അവിടെ തോളയിലും കൈയിട്ട് കെട്ടിപ്പിടിച്ച് മുഖത്തോട് മുഖം നോക്കിയാക്കി ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം ഇനി നിന്റെ അച്ഛനെയും അമ്മയും ഇക്കാര്യം പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് അനി ചോദിച്ചു. അപ്പോൾ അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല അനിയെന്ന് നന്ദു പറയുക. നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ, അത് ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞു എന്ന് നന്ദു പറയുമ്പം അനിയരിച്ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്, ആ സ്ഥാനത്ത് ഇനി മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നന്ദു അനിയോട് പറയുക കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്നു. അനി നന്ദുവിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആരും സമ്മതിക്കില്ല, എല്ലായിടത്തു നിന്നും ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അനി അന്നേരം പറഞ്ഞു. നിന്നെയും എന്നെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനടുത്ത് ആദർശേട്ടനും പോലും നമ്മൾ ഒന്നിക്കുന്നതിൽ തടസ്സമായിട്ട് നിൽക്കും എന്ന് പറഞ്ഞു. അതിനുള്ള പരിഹാരം മരണമാണോ എന്ന് നന്ദു അന്നേരം അനിയോട് ചോദിക്കുക. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അനിയോട് ചോദിച്ചു നന്ദു. പിന്നെ എനിക്കൊപ്പം ജീവിക്കുന്നത് പോലെ നിനക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോടാ? നീ എന്താ അതൊന്നും ചിന്തിക്കാതിരുന്നതെന്ന് ചോദിക്കാൻ. ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞെന്ന് വരുമെന്നും നന്ദു ഇങ്ങനെ പറയുക. എൻ്റെ അച്ഛനെയും അമ്മയെയും പോലും ഞാൻ ഉപേക്ഷിച്ച് പോയെന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് നന്ദു സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുക. അതിലുപരി പിന്നെ നിൻ്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കമായിരിക്കും എനിക്കെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല എന്നും പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയം നാമ്പെടുത്തത് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണെന്നും നന്ദു പറയുമ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്ന് അനി പറയുക കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രണയം കുറച്ച് കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെടാന്ന് ചോദിച്ചു നന്ദു. നീ 10-26 വയസ്സ് വിവാഹം കഴിച്ചവനാ, എനിക്ക് 22 വയസ്സാവുന്നതേ ഉള്ളൂ. ഇനിയും നമുക്കേ 2-3 കൊല്ലം ഈ രീതിയിൽ അങ്ങ് പോകാൻ പറ്റുമെന്ന് നന്ദു ചോദിക്കുമ്പോൾ, പക്ഷേ അതിനിടയിൽ CI എന്ന് പറയുന്ന ഒരുത്തൻ കയറി വന്നിട്ടില്ലേ, ആ ബന്ധം മുറുകിയാലോ എന്ന് ചോദിച്ചു. ആ ബന്ധം മുറുകാതെയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് നമ്മുടെ നന്ദു അന്നേരം എനിക്ക് വാക്ക് കൊടുക്കുക. അവനൊരു 6 ബോറനാണെന്നേ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവനെ ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ഇരട്ടത്താപ്പ അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉള്ളത്. അവനൊരു കുറുക്കൻ തന്നെയാണെന്ന് പറയുമ്പം അതെനിക്കറിയാം. അയാൾ നല്ല പിള്ള ചമയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പലയിടത്തും എന്ന് അനി അന്നേരം പറഞ്ഞു. അയാളെ സഹിക്കാൻ പറ്റാതെ വന്നാൽ ഞാനങ്ങ് ട്രാൻസ്ഫർ വാങ്ങിക്കും അനി, അല്ലെങ്കിൽ ഈ ജോലി തന്നെ ഞാനങ്ങ് വലിച്ചെറിയുമെന്നും നന്ദു പറയും കേട്ടോ. പിന്നെ നോക്ക്, എനിക്ക് ജീവിക്കേണ്ടത് നിന്റെ കൂടെയാണെന്ന് നന്ദു അനിയോട് പറഞ്ഞു. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണെന്നും നന്ദു അനിയോട് പറഞ്ഞു. എടി
നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ നിനക്ക് എൻ്റെ കമ്പനിയിലേക്ക് വന്നൂടെ എന്ന് അനി ചോദിക്കുക. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ജോലിക്ക് പോകാം, ഒന്നിച്ചിരിക്കാം, പിന്നെ ഒന്നിച്ച് തിരിച്ചു വരാം, അതിൽപോലെ ഒരു സന്തോഷം വേറെ എന്താ ഉള്ളതെന്നൊക്കെ അനി ചോദിക്കുമ്പോൾ നന്ദു ഒന്ന് ചിരിച്ചു. അത്രയ്ക്കൊക്കെ ഒരുമിച്ച് വരികയും പോവുകയും ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് നന്ദു അന്നേരം പറയുക. അത് കേട്ടപ്പോൾ അനി ചിരിച്ചു. അതുമാത്രമല്ല, കല്യാണശേഷമുള്ള ജീവിതത്തിന് പ്രേമിച്ച് നടക്കുമ്പോൾ ഉള്ള ആ ഒരു ജീവിത സുഖമൊന്നും ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞു. അത് നീ പറയുന്നത് തെറ്റാ കേട്ടോ. എൻ്റെ നയനേട്ടത്തി ഏട്ടനും തമ്മിൽ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ നേരം അനി ചോദിച്ചു. വിവാഹശേഷം പ്രണയം നിലനിർത്തിയാൽ ഒരിക്കലും ജീവിതം ബോറാവില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രണയമൊക്കെ നിലനിർത്താൻ പറ്റുമോ എന്ന് നന്ദു അന്നേരം ചോദിച്ചു. പറ്റുമോ എന്ന് നീ നിൻ്റെ ചേച്ചിയോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അനി. അവർ തമ്മിലുള്ള ജീവിതം കാണുമ്പോഴേ എനിക്ക് ശരിക്കും അസൂയ തോന്നാറുണ്ട്. നിൻ്റെ മൂത്ത ചേച്ചി ശരിക്കും തളയ്ക്കപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അത് അവർക്കറിയില്ല എന്ന് മാത്രം. അപ്പം നന്ദു ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ എന്ത് രസമല്ലേ എന്ന് നന്ദു അന്നേരം അനിയോട് ചോദിച്ചു. പനി അതെ എന്നും പറഞ്ഞിരിക്കുക. ഈ രാത്രി മൊത്തം നമുക്കിങ്ങനെ ഇവിടെ ഇരുന്നാലോ എന്ന് ചോദിച്ചപ്പോൾ അതെ, നീ എന്നെ അന്വേഷിച്ചേ അവിടെ എല്ലാവരും തെക്കോടൊക്കെ നടക്കുക കേട്ടോ, പിന്നെ എങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെയെന്നും പറഞ്ഞ് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് അനി ഇങ്ങനെ ചേർത്തിരുത്തും. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ മനസ്സിലേക്ക് ഇന്ന് വരെ ഒരു ചെറുപ്പക്കാരനും കടന്നു വന്നിട്ടില്ല, പക്ഷെ നിൻ്റെ മുന്നിൽ എങ്ങനെ കീഴടങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നന്ദു ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനി ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് അനി. പരസ്പരം ഒന്നിക്കേണ്ടവർ കണ്ടുമുട്ടുമ്പോഴേ അവർ തമ്മിൽ ഇണവിരിയാത്തൊരു ബന്ധം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ വാചാലനാവുക. ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളതെന്നും പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മുടെ അനി പറയുമ്പോൾ ഒരുതരം മുൻജന്മ ബന്ധം എന്നൊക്കെ അതിനെ വിളിക്കാമെന്നും പറഞ്ഞു. പിന്നെ സ്നേഹിക്കുന്ന പെണ്ണ് അവൾ ഇഷ്ടപ്പെടുന്ന ആണിൻ്റെ മുഖത്ത് നോക്കി നീയാണ് എൻ്റെ പുരുഷനെന്നും നീ ഇല്ലാതെ മറ്റൊരാളും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ അനി നന്ദുവിനോട് ഇങ്ങനെ പറയുക. അപ്പോൾ അതേ അനി, ഇനി നിന്നെ വിട്ട് എനിക്കൊരു ജീവിതം ഇല്ലടാ എന്ന് അനിയോട് വാക്ക് കൊടുക്കുന്നു നന്ദു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്വപ്നം കണ്ടൊക്കെ ഇരിക്കുന്നു. ഈ സമയത്ത് ആദർശ് അതിനായാലും ഓടിക്കൊണ്ടിരിക്കുക. ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ്. നീ നന്ദുവിനെ വിളിച്ച് വിവരം പറ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വരട്ടെ എന്ന് പറയുമ്പോൾ ശരി ആദർശേട്ടാ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് നയനയുടെ കോള് വന്നു. പെട്ടെന്ന് നയനേച്ചിയെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം നീ എടുക്കണ്ട, നമുക്ക് കുറച്ച് സമയം കൂടി ഇങ്ങനെ ഇരിക്കാമെന്ന് അനി പറയുമ്പോൾ ചേച്ചിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഹലോ മോളെ, നീ എവിടെയാ, വീട്ടിലാണോ? അല്ല ചേച്ചി ഞാൻ പുറത്താന്ന് പറഞ്ഞു. പുറത്തെന്ന് വെച്ചാൽ സ്റ്റേഷനിലെ ചേച്ചി. നീയേ വിഘ്നേഷും രാകേഷും ഒക്കെ ആയിട്ട് സംസാരിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പം സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നയനയ്ക്ക് എന്തൊക്കെ സംശയം, അനിയെ കാണാത്ത കാര്യമല്ലേ, അപ്പോൾ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നന്ദു ചേച്ചിയോട് കള്ളം പറയാം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വിവരം കിട്ടണം മോളെ, ഞങ്ങളെല്ലാവരും ടെൻഷനിലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലയേട്ടോ നന്ദു. കുറേ നേരമായി അവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നയനെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ പറയാൻ ചേച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വേണം കേട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ആദ്യം തീവായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞു നന്ദു ഫോണും കട്ട് ചെയ്തു. ആ സമയത്ത് അനി ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു നന്ദു. അവരെല്ലാവരും നിന്നെ കാണാതെ ആകെ വിഷമിക്കുക, ബാ പോകാമെന്ന് പറഞ്ഞു നന്ദു എഴുന്നേൽക്കുമ്പോൾ ഇരിക്കും നന്ദു, പോവല്ലേ നന്ദു എന്ന് പറഞ്ഞു നന്ദുവിനെ പിടിച്ച് അവിടെ ഇരുത്തിയനി. എന്താടാ ഇത് ഇങ്ങനെ, അപ്പോൾ പെട്ടെന്നൊന്നും പോകണ്ട എന്ന് അനി നന്ദുവിനോട് പറയാം. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് നന്ദു പറഞ്ഞു. കുറച്ച് സമയം കൂടി നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാടി അനി, എനിക്ക് ആകെ ടെൻഷനാവുന്നു, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നന്ദു ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കും. അനി വീണ്ടും നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് അങ്ങനെ ഇരിക്കുക. അങ്ങനെ അനി ഭയങ്കര സന്തോഷത്തിലാണ്. എടാ എനിക്കും ഈ രാത്രി മുഴുവൻ നിനക്കൊപ്പം ഇവിടെ ഇരിക്കണം എന്നുണ്ട്, പക്ഷേ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. അച്ഛനൊരു അറ്റാക്കൊക്കെ കഴിഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നീയല്ലല്ലോ മിസ്സിങ് ആയത്, ഞാനല്ലേ എന്ന് ചോദിച്ചു അനി. പോകാം അനി എന്ന് നന്ദു പറയുമ്പോൾ ശരി എന്നാൽ പിന്നെ ഞാൻ നിന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കയ്യും പിടിച്ച് അനി അവിടെ നിന്ന് അങ്ങ് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് അങ്ങ് നടന്നങ്ങ് പോണു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് നയനയും കരഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വിവരമൊന്നും അറിയാത്തത് കൊണ്ട് നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നു, ആദർശിന് ഭയങ്കര സങ്കടം വരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബൈക്കിൽ രണ്ടുപേരും കൂടി പോകുന്നത് അത് നമ്മുടെ ആദർശാണ് കണ്ടത്. ആദർശ് ഇങ്ങനെ നോക്കുമ്പോൾ ആദർശിന് എന്തോ ഒരു സാമ്യം ഉള്ളതുപോലെ തോന്നി. അപ്പോൾ അത് അനിയുടെ ബൈക്കല്ലേ എന്ന് ആദർശ് ചോദിച്ചു കേട്ടോ. അതെ അത് അനിയുടെ ബൈക്ക് തന്നെയാണല്ലോ എന്ന് നയനയും പറഞ്ഞു. അയ്യോ ആദർശേട്ടാ. അപ്പോഴത്തേക്ക് ആദർശ് ഇവരുടെ പിന്നാലെ പോവുക.
അങ്ങനെ പാതിരാത്രി രണ്ടും കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് ഇവരുടെ ബൈക്കിൻ്റെ വട്ടം അങ്ങ് കയറ്റി അങ്ങ് നിർത്തി. അങ്ങനെ അനി ഹെൽമെറ്റ് വെച്ചിട്ടില്ല, മറിച്ച് നന്ദു ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടെണ്ണത്തിനെ അവിടെ നിന്ന് പോക്കി ആദർശം നയനയും കൂടി വേർത്ത് കുളിച്ചിരിക്കുക. അയ്യോ ഏട്ടനും ഏട്ടത്തിയാ ആകെ കുഴപ്പമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി. നയനയും ആദർശം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി നിൽക്കുന്നത് നന്ദു ആണെന്നുള്ളത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ആ സമയത്ത് എടാ ഇതുവരെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ധാരണ കൂടെ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നമ്മുടെ അതിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. സമയത്ത് നയനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അപ്പോഴത്തേക്കും നന്ദു ആ ഹെൽമെറ്റ് അങ്ങ് ഊരി ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഇവർ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞത് പോലെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.